ഇപ്പോഴത്തെ ചാരായത്തേക്കാൾ നല്ലത് നാടനാ. അതെ ആശാനെ. ദേവി, ഇവിടം വരെ ഞങ്ങൾ രക്ഷിച്ചു, ഇനി അങ്ങോട്ടും കാത്തി രക്ഷിക്കേണേ. എടാ കാണിക്കട്ടോടാ. ഇട്ടിട്ട് ആശാനെ അങ്ങോട്ട് പോയത്. എന്നാ വേഗം വാ, ലോറി വഴിയിലിട്ടിരിക്കാം. മുതലാളി എന്താണോ? മുതലാളി, ഇനി മുതൽ സ്പിരിറ്റ് കൊണ്ടുവരാൻ കാർ ഉപയോഗിച്ചാൽ മതി. അതിനിപ്പോ എന്താ ഉണ്ടായത്? ഇവിടെ പുതിയതായിട്ട് ഒരു എക്സൈസ് ചാർജ് എടുത്തിട്ടുണ്ട്. ഒരു പെണ്ണാണ്, അവരാരോടും കൈക്കൂലി വാങ്ങിക്കില്ല. കൈക്കൂലി വാങ്ങിക്കില്ലെന്നോ? എന്താ അവളുടെ പേര്? ഇൻകിലാബിന്റെ പുത്രി എന്നാണ് അവരെ നാട്ടുകാർ വിളിക്കുന്നത്. എന്ത്? ഇൻകിലാബിന്റെ പുത്രിയോ? ലോറിയിലെന്താടാ ചോദിച്ചത് കേട്ടില്ലേ? ലോറിയിൽ എന്താണെന്ന് വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടോ.
യെസ് ദാസ് സ്പീക്കിംഗ്. എന്ത്? തോമസിന്റെ ലോറി പോലീസ് പിടിച്ചെന്നോ? ഓഹോ. ഹലോ, മിനിസ്റ്റർ അല്ലേ? ഞാൻ ദാസാണ്. ഗുഡ് മോർണിംഗ് സാർ. എന്റെ ഒരു ലോറി പോലീസ് പിടിച്ചു. സ്പിരിറ്റ് കയറ്റിക്കൊണ്ടുവന്ന പുതിയ എസ് ഐ ആണ്, പെണ്ണാണ്. ആ ഡ്രൈവർ നമ്മുടെ ഒരു പാർട്ടിയാണേ. തെരഞ്ഞെടുപ്പ് കാലത്ത് ചാക്കോച്ചിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിട്ടുള്ള ആളാ. ആ, അതൊക്കെ പ്രത്യേകം പറയണോ? ഞാൻ കൊടുത്തേക്കില്ലേ? ആളൊന്ന് ഇന്ന് തന്നെ വിട്ടേക്കണേ. ഓക്കെ. ഓയ്. ലതേ, വേണോട്ട് വന്നില്ലേ? ഇല്ല ചേച്ചി, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നില്ല. ചേച്ചി ചായ എടുക്കട്ടെ? വേണ്ട, ചേട്ടൻ വന്നിട്ട് മതി. ഹലോ, യെസ്, എസ് ഐ ഗീത ഹിയർ. മനസ്സിലായില്ല. ആര്? ഓ, മിനിസ്റ്ററുടെ പി ആണോ? ആ സ്പിരിറ്റ് എടുത്തിക്കൊണ്ട് വന്നവനല്ലേ? ആ, അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. വിടാൻ മിനിസ്റ്റർ പറഞ്ഞോ? അപ്പൊ ഈ കേസുമായി മിനിസ്റ്റർക്ക് ബന്ധം കാണുമല്ലോ. പിന്നെ എന്തിനാ സാറേ ഞങ്ങൾക്ക് ഈ ഉടുപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്? സാറ് ചൂടാവണ്ട, ഞാനും അവനെ പറഞ്ഞു വിട്ടേക്കാം. സാറെന്താ ഒരു മൂടൗട്ട് പോലെ? നിങ്ങൾക്ക് പത്രത്തിലൂടെ എഴുതിയാൽ മതിയല്ലോ, അവിടെ അഴിമതി നടക്കുന്നു, ഇവിടെ കുംഭകോണം നടക്കുന്നു എന്നൊക്കെ. ഞങ്ങൾ കഷ്ടപ്പെട്ട് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോ ഇവിടുത്തെ ഉന്നതന്മാരൊക്കെ പാഞ്ഞെത്തും അവരുടെ അവതാരങ്ങളായിട്ട്. അവരുടെ മുമ്പിലൊന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുട്ടുമടക്കരുത്. പറയാൻ എളുപ്പം. ഇന്ന് സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്ന ഒരു ലോറി ഞാൻ പിടിച്ചു. അത് വിട്ടുകിട്ടണമെന്ന് ഇപ്പൊ മന്ത്രി വിളിച്ച് പറഞ്ഞിരിക്കുക. ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്ന പൊതുജനങ്ങളെ വേണം പറയാൻ. നാളത്തെ പത്രത്തിൽ എഴുതിക്കോ, പോലീസ് അഴിമതിക്ക് കൂട്ടുനിന്ന്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. പോലീസുകാർ തള്ളിക്കളഞ്ഞ പല കേസുകളും ഞങ്ങളുടെ പേനയുടെ കഴിവുകൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാ നാളെ മുതൽ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് നിങ്ങൾ നടന്നോ? അതിന് എന്റെ നേരെ ചൂടാന്ന് എന്തിനാ? ഇത് പോലീസ് സ്റ്റേഷനല്ല, വീടാണ്. വേണോട്ടിന് എന്താ എത്ര താമസിച്ചത്? സ്നേഹത്തോടെയാണോ ചോദിക്കുന്നത്? അതെന്താ? അല്ല, ഭാവം കണ്ടെത്തോന്നും കള്ളന്മാരെ ചോദ്യം ചെയ്യാണെന്ന്. മതി കളിയാക്കിയത്. പോലീസ് ഡ്രസ് ഇട്ടുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല, അറിയാമോ? ഉത്തരവ്. ഞാൻ കോടീശ്വരനൊന്നും അല്ലടോ. അതൊക്കെ എന്റെ ശത്രുക്കൾ പറഞ്ഞു വരുന്ന കിംബദന്തിയല്ലേ. പിന്നെ മായേ, ആ എക്സ്പോർട്ട് ലൈസൻസിന്റെ കാര്യം ശരിയാക്കണം. ഒന്നോ രണ്ടോ കൊടുക്കാം, എത്ര വേണമെങ്കിലും കൊടുക്കാം. മിസ്റ്റർ ചൗധരി സെക്രട്ടേറിയറ്റിൽ ഒരു താപ്പാനിയാ. മായ ഒന്ന് മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? ഓക്കെ, സീ യു ഈവനിങ്. ബൈ. യെസ്, സ്പീക്കിംഗ്. അല്ല, പ്രകാശല്ല, ജ്യേഷ്ഠൻ. നിങ്ങളാരാ? ഹേമയോ? ആ, പ്രകാശില്ല. ഏതായാലും ഹേമ ചേട്ടന് ഫോൺ ചെയ്തത് വളരെ തെറ്റായിപ്പോയി. പുള്ളി ആളൊരു പ്രത്യേക ടൈപ്പാണ്. സോറി പ്രകാശ്, ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതെനിക്കറിയാം. പക്ഷേ ചില കാര്യങ്ങൾ ശരിയായിട്ട് മാത്രമേ നമ്മുടെ മാരേജ് നടത്താൻ പറ്റൂ. പ്രകാശ് പറയുന്നതെല്ലാം ഞാൻ വിശ്വസിച്ച് കഴിയാണ്. ഒരിക്കലും വാക്ക് മാറുന്നവനല്ല ഈ ആർ കെ പ്രകാശ്. ഹേമയെ കൂടാതെയുള്ള ഒരു ജീവിതം ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഉണ്ടോ? എന്തുണ്ടോന്ന്? ചരക്ക്. സണ്ണി പറഞ്ഞു സെബാസ്റ്റ്യന്റെ ചരക്കുണ്ടെന്ന്. തിരക്കുണ്ട്, പക്ഷെ അല്പം വില കൂടുതലാ. അത് സാരമില്ല. ഞാനേ ബ്രാൻഡി കച്ചവടം നിർത്തിയിട്ട് ബ്രൗൺ ഷുഗർ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ അതിന് നല്ല കോളാ. ഈ കച്ചവടം സ്വല്പം അപകടം പിടിച്ചാണ്. അപ്പൊ കുട്ടപ്പൻ വൈകിട്ട് 6 മണി കഴിഞ്ഞ് ഇവിടെ വന്നാൽ മതി. ചരക്ക് ഇടുക്കിയിൽ നിന്ന് വരണം. കള്ളം പറയാതെ, അതാ പോക്കറ്റിൽ ഇരിക്കുന്നല്ലോ. ഇല്ല, ഇത് മറ്റവനെ തൂക്കാനുള്ള ത്രാസ. അപ്പോ കൃത്യം ഞാൻ വൈകിട്ട് 6 മണിക്ക് ഇവിടെ വരാം. എന്റെ പൊന്ന് സെബാസ്റ്റ്യൻ, അത് പുറത്ത് ആരോടും പറയരുത്. ഞാൻ അകത്തായി പോവും. കുട്ടപ്പൻ പറയാതിരുന്നാൽ മതി. ഞാൻ ഒരു കാരണവശാലും പറയില്ല. ഓക്കെ? പിന്നെ ഫോഴ്സ് ചെയ്താ ഞാൻ അറിയാതെ പറഞ്ഞു.
എന്താ നാണിച്ചു പോയോ? എന്താ ഡാർലിംഗ്, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? പിന്നല്ലാതെ. അതിരിക്കട്ടെ, മായക്ക് വീടെല്ലാം ഇഷ്ടപ്പെട്ടു? ഫർണിച്ചേഴ്സ്, ഫ്രിഡ്ജ്, TV എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ ബെഡ്റൂം എയർ കണ്ടീഷൻ ചെയ്യാൻ നാളെ ആൾ വരും. അതിന്റെ ആവശ്യമുണ്ടോ? ഡാർലിംഗ് അടുത്തുള്ളപ്പോൾ തന്നെ നല്ല തണുപ്പാ. ഓഹോ. വരും. കറണ്ട് പോയല്ലോ. അതേ, ലോഡ് ഷെഡിങ്ങാ. ആ സാറേ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നളഞ്ഞ ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സണ്ണിയോട് വരുമായിരുന്നോ? വരവും പോക്കും കൊണ്ട് കാര്യമില്ലല്ലോ. മാസങ്ങളായി ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. സണ്ണിക്ക് എന്താ വീട്ടിൽ വന്നൂടെ? നളിനിയുടെ വീട്ടുകാർക്ക് സമ്മതമില്ലെങ്കിലോ? സമ്മതമാണെങ്കിലോ? കമാ, ഞാൻ പണക്കാരനല്ല, പക്ഷേ MSc റാങ്ക് ഹോൾഡറാണ്. ബോംബെയിൽ എത്തിയാലുടനെ എനിക്ക് ജോലി കിട്ടും. 3000 സ്റ്റാർട്ടിംഗ്. ബോംബെയിൽ നിന്ന് എന്റെ ബ്രദർ അയച്ച ലെറ്റർ നളിനി കണ്ടില്ലേ? കണ്ടു. പക്ഷെ ആരും അറിയാതെ ഒളിച്ചോടാൻ എനിക്ക് പേടിയാവുന്നു സണ്ണി. പേടിച്ചു നിൽക്കുന്നവരാരും ഉയരങ്ങളിൽ എത്താറില്ല. സണ്ണി അങ്ങോട്ട് വരാൻ പോവാ? പിന്നല്ലാതെ. അതിനു മുമ്പ് നമുക്കൊരു തയ്യാറെടുപ്പ് നടത്താം. അയ്യോ, സമയായി. എനിക്ക് ഹോസ്റ്റലിലെത്തേണ്ടതാ. ഞാൻ പോവാ. നളിനി നടന്നു, ഞാൻ പുറകെ വന്നേക്കാം. നോട്ട് വീക്ക്. അവിടെ വെച്ചേക്കും. എത്രയായിന്നറിയാമോ? പകുതി പോലും ആയില്ല. റിപ്പോർട്ടിന്റെ കാര്യമല്ല, ചായ എത്രയായിന്നാ ചോദിച്ചത്. എത്രയായി? 4 കപ്പായി. ഇനിയും വേണ്ടി വരും. അപ്പോ റിപ്പോർട്ട് കലക്കുമല്ലോ. കാണിച്ചു തരാം. പണവും സ്വാധീന ശക്തിയുള്ള ചിലർക്ക് ഇവിടെ എന്തും ചെയ്യാവുന്ന നിലയാണുള്ളത്. അക്കൂട്ടരെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ പോലീസിനെ കൊണ്ടുപോലും കഴിയുന്നില്ല. എപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കും. ഇനി ചായ തരൂല. സത്യത്തിൽ
ചായ അല്ല വേണ്ടത്. ആ പിന്നെ ഗീതേ, ലതയുടെ മേശപ്പുറത്ത് ഡിക്ഷണറി ഉണ്ട്, അതൊന്ന് എടുത്തു തരും. ഞാൻ എല്ലാ വിവരവും അച്ഛൻ എഴുതിയിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു. വേണം. എന്റെ ഇഷ്ടത്തിന് അച്ഛൻ ഒരിക്കലും തടസ്സം പറയില്ല. നമ്മുടെ വിവാഹം വേഗം നടത്തി തരും. വിപ്ലവകരമായ ഒരു വിവാഹമാണ് എനിക്കിഷ്ടം. ആരും അറിയാതെ സ്ഥലം വിട്ട് ബോംബെയിൽ എത്തുന്ന ത്രിൽ അറേഞ്ച്ഡ് മാരേജ് കിട്ടില്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ല സണ്ണി. മതി, എത്ര സിഗരറ്റാ വയ്ക്കുന്നത്? എന്താ ഇതിന് വല്ലാത്തൊരു മണം? അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വരൂ, നമുക്ക് പോകാം. ഇവിടെ ഇരുന്നിട്ട് വല്ലാതെ തണുക്കുന്നു. തണുപ്പ് മാറ്റാൻ പറ്റിയതാണിത്. നാം വലിച്ചു നോക്കും. ഒന്ന് വെറുതെ എനിക്ക് തന്നെ. ഞാൻ മദാമയല്ല. മദാമ്മകൾ ഇത് വലിക്കുന്നത് കൊണ്ടാ അവരുടെ ചുണ്ട് റോസാപ്പ് പോലിരിക്കുന്നു. വരും. ഗുഡ് മോർണിംഗ് സർ. ആ, ഇരിക്കൂ. വേണുവിന്റെ പുതിയ സംരംഭം ഏതുവരെയായി? മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്നുകളിൽ മായം ചേർത്ത് മാർക്കറ്റിലെത്തിക്കുന്ന ഒരു ഏജൻസിയെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ വേണു വെറുമൊരു പ്രസ് റിപ്പോർട്ടർ മാത്രമല്ല, സാമൂഹ്യ സേവകൻ കൂടിയാണല്ലോ. സാറിനറിയാമോ, ഗവൺമെന്റ് സ്റ്റോക്ക് ചെയ്യുന്ന പെറ്റലിൻ മെഡിസിൻ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തിക്കുന്ന ഈ ഏജൻസി മൂലമാണ്. ഇതൊരു നെറ്റ്വർക്കാണ് സർ. ഇവർ മായം ചേർക്കലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ലോട്ടറി ടിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഇവയെല്ലാം വ്യാജമായ മാർക്കറ്റിൽ എത്തിക്കുന്ന ഇവരാണ്. ഈ റാക്കറ്റ് നമുക്ക് പൊളിക്കണം വേണം. പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി കിട്ടാനുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു ഭയങ്കര ബ്രെയിൻ ഉണ്ട് സർ. ആരാണ് അയാൾ? അതറിയില്ല. പക്ഷേ കേന്ദ്രത്തിൽ വളരെ സ്വാധീന ശക്തിയുള്ള ആളാണ്. ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന കൈക്കൂലി രഹസ്യമായി പല പേരിലും ബാങ്കിൽ നിക്ഷേപിക്കുന്നത് ഈ വ്യക്തിയാണ്. അപ്പോൾ അയാളൊരു തിമിംഗലം തന്നെയാണല്ലോ. ആ തിമിംഗലം നമ്മുടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ മറന്നു കിടക്കും. ഐ സീ. കം ഓൺ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഹലോ ഹലോ ഹലോ, പ്രകാശ്. എന്താ ചേട്ടാ? ആരാടാ ഈ ഹേമ? ദിവസവും ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ചേട്ടൻ എന്നെ വഴക്ക് പറയരുത്. ഞങ്ങൾ തമ്മിൽ ഇൻ ലവ്. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇതിൽ ശകാരിക്കാൻ എന്തിരിക്കുന്നു? അതെ, പെൺകുട്ടി എങ്ങനെയാ? കാണാൻ സുന്ദരിയാ. അല്ലെങ്കിൽ നീ സ്നേഹിക്കില്ലല്ലോ. എടാ, പുരുഷന്മാരായാൽ കാണാൻ സൗന്ദര്യമുള്ള പെൺപിള്ളേരെ കണ്ടാൽ അല്പം പ്രേമം തോന്നിയിരിക്കും. പക്ഷേ വിവാഹം കഴിക്കുന്ന സമ്പത്തും സ്റ്റാറ്റസും ഉള്ള ഒരു പെൺകുട്ടിയായിരിക്കണം എന്ന് മാത്രം. ഞാൻ ഹേമയെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തു. അതെ. ദാറ്റ്സ് നൈസ്. എന്നാലേ പെൺകുട്ടികൾ നമ്മൾ വിശ്വസിക്കും. വാക്കല്ലടാ മാറ്റാൻ പറ്റൂ. കാര്യം കണ്ടു കഴിഞ്ഞാൽ കട്ട് ഇറ്റ് ആൻഡ് സെറ്റിൽ ദ മാറ്റർ. ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞ പെൺകുട്ടികളെല്ലാം സ്വീകരിക്കാൻ നിന്നാൽ ആർക്യദാസിന്റെ ഭാര്യമാർക്ക് താമസിക്കാൻ ഒരു വലിയ കോളനി തന്നെ പണിയേണ്ടി വരുമായിരുന്നു. ആർക്യദാസ് കോളനി. ഞാൻ വാക്ക് മാറിയ അവൾ ആത്മഹത്യ ചെയ്യും ചേട്ടാ. ആത്മഹത്യ ചെയ്യുന്നു. ഇനി യുവർ ലക്കി. ഞാൻ ഇടപെടാതെ തന്നെ കാര്യം തീരുമല്ലോ. ചേട്ടാ, കൂടുതൽ സംസാരിക്കണ്ട. നീ ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഹേമയുടെ കാര്യം? അവൾ ആത്മഹത്യ ചെയ്തല്ലോ. ചേട്ടൻ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. Take it easy, my boy. I will help you. കൂലി വർദ്ധിപ്പിക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. അടച്ചിട്ട ഫാക്ടറി തുറക്കുക. അടച്ചിട്ട ഫാക്ടറി തുറക്കുക. നിൽക്ക്. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? അറിഞ്ഞിട്ട് എന്ത് വേണം? പറഞ്ഞിട്ട് പോയാൽ മതി. ഞങ്ങളിവിടെ ജോലി എടുക്കാൻ വന്നവരാ. ഇവിടെ ജോലി എടുക്കാതെ ഞങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ കൂലി കൂടുതൽ വെച്ചിട്ട് സമരം നടക്കാൻ സ്വന്തം വർഗത്തിനെതിരായി തൊഴിലാളികൾ കരിങ്കൽ പണി ചെയ്യരുത്. അതൊക്കെ മുതലാളിയോട് പറഞ്ഞാൽ മതി. ഞങ്ങളെ ജോലിക്ക് വെച്ചാൽ അദ്ദേഹമാ. ആരെ വിളിച്ചാലും ശരി, കമ്പനിക്കകത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരു കുഞ്ഞിനെ ഞങ്ങൾ അനുവദിക്കില്ല. ഈ വേദന നോട്ട് നമ്മൾ എന്താണ് കേട്ടു വെക്കുന്നത്? വലിച്ചു മാറ്റിയിട്ട് കിടന്നു പോരാത്തേക്ക്. നിന്റെ കരിങ്കൽ പണിക്കാരല്ലടോ. തൊഴിലാളികൾ അങ്ങോട്ട് മാറാം. എന്ത് നേരം തേടായിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഗേറ്റ് ഇറങ്ങുന്നെങ്കിൽ അപ്പന്റെ മുട്ട് തല്ലുപിടിക്കും, പറഞ്ഞേക്കാം. അവരെയൊക്കെ തല്ലി മാറ്റിട്ട് കിടന്ന് മാറോ ഇങ്ങോട്ട്. അങ്ങോട്ട് അടിക്കണോ? നോക്കി നിൽക്കാൻ ശരിയാക്കോ? അടിക്കാമോട്ട് തല്ലണോ? നിർത്താല്ലേ പറഞ്ഞേ? എന്താ നിങ്ങളുടെയൊക്കെ ഭാവം? ഈ സമരം തല്ലി വിജയിപ്പിക്കാൻ നോക്കുകയാണോ? ചോദിച്ചു കേട്ടില്ലേ?
സാറേ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ല. കൂലി കൂടുതൽ ചോദിച്ചിട്ടുള്ള സമരം തുടങ്ങിയിട്ട് 50 ദിവസം കഴിഞ്ഞു. മുതലാളിക്കെതിരായിട്ടോ കമ്പനിക്കെതിരായിട്ടോ ഞങ്ങൾ യാതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവിടെ നടന്ന എന്താണ്? കൈവിട്ടുകളിയായിരുന്നോ? സാറേ, ഈ നിൽക്കുന്നവരാരും ഇവിടുത്തെ തൊഴിലാളികളൊന്നുമല്ല. മേനേജറും മുതലാളികളും പുറത്തുനിന്ന് പണിയെടുക്കാൻ കൊണ്ടുവന്ന വാടക ഗുണ്ടകളാണ്. അവർ ചെയ്യുന്നത് കാര്യം കേട്ട് നോക്കി നിൽക്കണോ? തൊഴിലാളികൾ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യുന്നതിനോട് ഞങ്ങൾ എതിരല്ല. പക്ഷേ അത് അക്രമത്തിലോട്ട് കടന്നാൽ ഞങ്ങൾക്ക് ഇടപെട്ടേ പറ്റൂ. തൊഴിലാളികൾ പറയുന്നത് അതേപടി സാധിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ സാറേ? ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ലേബർ ഓഫീസറും മറ്റും ഉള്ളത്. അല്ലാതെ നിങ്ങളുടെ ഈ മാർഗത്തിലൂടെ സമരം അടിച്ചമർത്തി കൂടുതൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കരുത്. ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല സാറേ. ഞങ്ങളുടെ ഒരു ദിവസത്തെ കൂലി 15 രൂപയാണ്. ഇന്നത്തെ വിലക്കയറ്റം വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് 25 രൂപയെങ്കിലും കിട്ടാതെ ജീവിക്കാൻ നിവൃത്തിയില്ല. ഇതിനെക്കുറിച്ച് ഇവരുമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? 5 രൂപ കൂലി കൂടുതൽ കൊടുക്കാമെന്ന് ഞങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞതാ. 20 രൂപയല്ലേ? അതെ. നിർത്ത്. ഇങ്ങനെ ഇരു കൂട്ടരും ഒരേ പിടിവാശിയിൽ നിന്നാൽ പ്രശ്നം പരിഹരിക്കുന്ന അങ്ങനെയാ. മുതലാളി അകത്തുണ്ടോ? ഉണ്ട് സാർ. നിങ്ങൾ അദ്ദേഹവുമായി ഒന്നുകൂടി ചർച്ച ചെയ്ത് നോക്കൂ. നിൽക്കൂ. എല്ലാരും കൂടി പോണ്ട. ആരെങ്കിലും ഒരാൾ പോയാ മതി. ഒരു കാര്യം ചെയ്യും, സഖാവ് പോ. നിങ്ങൾ ഇയാളെ വിളിച്ചോണ്ട് പോവും. ശരി സാർ. പാടോ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? പറഞ്ഞത് കേട്ടില്ലേ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ എല്ലാത്തിനും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കും. ആ, നിങ്ങൾ ഇവിടെ നിന്നോളൂ. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചാൽ മതി. ഓ, പരീക്ഷ മാറ്റിവെച്ചതുകൊണ്ടായിരിക്കും ചിരിക്കുന്നത്. മാറ്റിവെച്ചോ? ലത റേഡിയോ ന്യൂസ് കേട്ടില്ലേ? ഞാൻ കേട്ടില്ല ചേച്ചി. യൂണിവേഴ്സിറ്റി ജീവനക്കാർ സമരം തുടങ്ങി. അധ്യാപകരും വിട്ടില്ല, അവരും തുടങ്ങി. അപ്പോ വെറുതെ ഇരിക്കുന്ന മോശമല്ലേന്ന് കരുതി സ്റ്റുഡൻസും തുടങ്ങി. ഓ, സമാധാനായി. എന്താ? ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ വരുന്നു. ആളെങ്ങനെയുണ്ട് ഉസ്താദേ? അച്ഛേ, പക്ഷേ ബാംബെയിൽ ഇപ്പൊ നേപ്പാളി പെണ്ണുങ്ങൾക്കാണ് മാർക്കറ്റ്. ഇത് കോളേജ് സ്റ്റുഡന്റാ. 5000? അത് വളരെ കുറവാണല്ലോ. സാർ, 7000-ന് കബൂലാക്കാം. ഇത് കൊണ്ടുപോയി മേരിക്ക് പഠിപ്പിച്ചെടുക്കണ്ടേ? 10-ൽ 1 രൂപ കുറഞ്ഞാൽ കച്ചവടം നടക്കില്ല ഉസ്താദേ. ആ, പോട്ടെ. എനിക്കിത് വലിയ ലാഭമൊന്നുമില്ല. പക്ഷെ നാളെ രാത്രി ബാംബെ വണ്ടിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും. നാളെ വൈകിട്ട് ഒരു 7 മണിക്ക് ആ പഴയ സ്ഥലത്ത് വന്നാൽ മതി. ठीक है. ठीक है. ഇപ്പോ ആത്മാവിൽ ഒരു ഇക്കിളി തോന്നുന്നില്ലേ? ആത്മാവിൽ മാത്രമല്ല, ആദ്യം കിളിയാ സനേ. സ്വന്തം ഞാൻ, സ്വന്തം ഞാൻ.
സാധു പെൺകുട്ടികളെ ചുവന്ന തെരുവിലേക്ക് കടത്തിയേക്കലാണ് അല്ലേടാ നിന്റെ ബിസിനസ്? നിന്നെ അയ്യോ വേണ്ട വേണ്ട വേണ്ട, പാവം സണ്ണിമോനെ. സത്യം പറ, ഓൻ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? 10ഓ 15ഓ? സണ്ണി, രഘു, റഹ്മാൻ, ചന്ദ്രൻ, ഇതിലേതാടാ നിന്റെ ശരിയായ പേര്? അവന്റെ ഒരു നാണം. തലയുർത്തുന്ന കൊച്ചു കഴിവറി. എന്നെ ഇനി അടിക്കല്ലേ. രാജൻ എന്ന എന്റെ ശരിയായ പേര്. പെൺകുട്ടികളെ നീ മയക്കുമരുന്നിന് അടിമകളാക്കി അല്ലേടാ? വാസു, ഇവനെ ലോക്കപ്പ് ചെയ്യൂ. പോടാ. ചേച്ചി ആരോ കാണാൻ വന്നിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഞാനാണ് നളിനിയുടെ മദർ, മിസ്സസ് സുമിത്ര മേനോൻ. ഇരിക്കൂ. താങ്ക്സ്. 1 മണിക്കൂർ എനിക്ക് റെസ്റ്റ് ഇല്ല, അറിയാമല്ലോ. വനിതകൾക്ക് തുല്യാവകാശത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഞാൻ. പ്രവർത്തനം കൊള്ളാം, പക്ഷേ സ്വന്തം മകൾ കണ്ടവന്റെ കൂടെ കഞ്ചാവ് വലിച്ച് ഉടുതുണിയില്ലാതെ ഹോട്ടൽ മുറിയിൽ കിടക്കുന്നത് മിസ്സസ് മേനോന് പ്രശ്നമല്ലെന്നുണ്ടോ? അവൾക്ക് ഈ ബുദ്ധി എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. നല്ല തരത്തിലാണ് ഞാൻ അവളെ വളർത്തിയത്. വളർത്തലിന്റെ വിശേഷം ഞാൻ കണ്ടു. വനിതകൾക്ക് തുല്യപദവി നേടിക്കൊടുക്കാൻ പാടുപെടുന്ന നിങ്ങൾ മകൾക്ക് നഷ്ടപ്പെട്ട മാന എവിടെ നിന്ന് നേടിയെടുക്കും? ഇപ്പൊ ബോംബെയിലെ ചുവന്ന തെരുവിൽ ശരീരം കൊടുത്ത് മഹാരോഗം വാങ്ങേണ്ട നിങ്ങളുടെ മകളെ ഞാൻ നഴ്സിംഗ് ഹോമിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ നന്ദി പറയില്ലെന്നറിയാം. പോലീസുകാർ നന്ദി അർഹിക്കുന്നവരല്ല. മുടിയും കറുപ്പിച്ച് ചുണ്ടും കവിളും ചുവപ്പിച്ച് കക്ഷവും കാട്ടി നടന്നാൽ എല്ലാമായെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളെപ്പോലുള്ള അമ്മമാരാണ് പെൺമക്കളെ നശിപ്പിക്കുന്നത്. ഒരു സോഷ്യൽ വർക്കർക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾക്ക് നാണമില്ലല്ലോ എന്നോട് പറയാൻ. വേഗം മോളെ വിളിച്ചോണ്ട് പോയി കല്യാണം കഴിച്ച് വിടാൻ നോക്ക്. നോൺസെൻസ്. എന്താ പേര്? ദേവി. നിങ്ങളെ ജീപ്പ് ഇങ്ങോട്ട് കൊണ്ടുവാ. ശരി സാർ. ആത്മഹത്യാ ശ്രമം ശിക്ഷാർഹമാണെന്ന് അറിയില്ലേ? അറിയാം, പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. കുടുംബ വഴക്കാണോ നിങ്ങൾ ഇതിന് പ്രേരിപ്പിച്ചത്? സാധാരണ വഴക്കുകൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാകാറുള്ളതല്ലേ സാറേ? ഇത് അതല്ല. പിന്നെ തുറന്നു പറയൂ. പണവും പ്രതാപവുമുള്ള ഒരു വലിയ കുടുംബത്തിൽ പിറന്നവളാ ഞാൻ. വീട്ടുകാരുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോന്നു. ഇതിനിടയിൽ എന്റെ അച്ഛൻ മരിച്ചു. ഇപ്പൊ ഹസ്ബൻഡ് പറയുന്നത് വീട്ടിൽ ചെന്ന് ഓഹരി വാങ്ങിച്ചുകൊണ്ട് വരണമെന്നാ. ഞാൻ അതിനെ എതിർത്തപ്പോ അയാൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതിന് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടോ? ഇതൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. നിങ്ങളുടെ ഭർത്താവിനോട് ഞാൻ നേരിട്ട് സംസാരിക്കാം. അത് വേണ്ട സാർ.
എന്ന് വേണമെങ്കിൽ ചുറ്റിച്ചോളൂ, ഞാൻ ജയിലിൽ കിടന്നോളാം. എന്നാലും എനിക്കിനി അയാളോടൊത്ത് ജീവിക്കണ്ട. പെട്ടെന്നുള്ള വികാരം കൊണ്ട് ഇങ്ങനെ പലതും തോന്നും. ഏതായാലും നിങ്ങൾ എന്റെ കൂടെ വരൂ. സാറേ, ഇവളുടെ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് സ്വത്തിന് അവകാശികളായിട്ട് ഇവളും ഇവളുടെ സഹോദരൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടവരത്തിനെ കുറിച്ച് ഇറങ്ങിപ്പോന്ന് കരുതി സ്വത്തിന് അവകാശമില്ലെന്ന് പറയാൻ നിയമമുണ്ടോ? ഓഹരി വാങ്ങിക്കൊണ്ട് വരാത്തതിന് ഭാര്യ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് ഏത് നിയമത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞ അനുസരിക്കാത്തോളം വീട്ടിൽ കയറി താമസിക്കണമെന്നാണോ സാർ പറയുന്നത്? അപ്പൊ അന്ന് നിങ്ങൾ ഇവരെ സ്നേഹിച്ചത് ഈ സ്വത്തിന് വേണ്ടി മാത്രമായിരുന്നു? അങ്ങനെ അതിന് വഴിയുണ്ട് സാറേ. അതുകൊണ്ടല്ലേ ഓഹരി ചോദിക്കാത്തതിന് എന്നെ തെരുവിലിറക്കി വിട്ടത്. നിന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെയാണ് നമ്മുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ ശ്രീധനവും ഈ ഓരൊക്കെ അവർ തരേണ്ടതല്ലേ? ഞാനിപ്പോ ചോദിക്കാൻ എന്താ അത്ര തെറ്റ്? കഴിഞ്ഞതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? മരിക്കേണ്ടി വന്നാലും ഇനി എന്റെ വീടിന്റെ പടി ചവിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത്. സാറിനറിയാമോ, അച്ഛൻ മരിച്ചിട്ട് ശവം പോലും എന്റെ വീട്ടുകാരെന്നെ കാണിച്ചില്ല. ആ സ്ഥലത്തേക്ക് ഇനി ഞാൻ എങ്ങനെ ഓഹരിയും ചോദിച്ചുകൊണ്ട് ചെല്ലും? നിങ്ങൾ വിവരമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ? ഈ സ്വത്തിന്റെ പേരിൽ ഇത്രയും നീചമായ ഒരു നിലപാട് ഇവരോട് സ്വീകരിക്കുന്ന എന്തിനാണ്? അല്പം താമസിച്ചാലും നിയമപരമായി അത് നിങ്ങൾക്ക് സ്വീകരിക്കാമല്ലോ. സാറ് പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ അന്നും ഇവിടെ സമ്മതിക്കണ്ടേ? ഇപ്പോൾ സാറിന് കൂടെ ബോധ്യമായല്ലോ ഇയാൾ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് സ്വത്തിനെയാണെന്ന്. സാർ തന്നെ പറയൂ, ഞാൻ എന്ത് ചെയ്യണം? മിസ്റ്റർ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിൽ നടക്കുന്ന സ്ത്രീകളുടെ ആത്മഹത്യകളുടെയും കൊലപാതകത്തിന്റെയും പിന്നിൽ ഇങ്ങനെയുള്ള സ്വത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പ്രശ്നങ്ങളാണുള്ളത്. ഇവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് വേണമെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എനിക്ക് അറസ്റ്റ് ചെയ്യാം. വേണ്ട സാർ, അവരിവിടെ സുഖമായി ജീവിച്ചോട്ടെ. ഞാൻ ഈ നാട് വിട്ട് എവിടെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞുകൂടിക്കൊള്ളാം. നിൽക്കൂ. ദേവിയെ ഞാനിപ്പം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ നാളെ കാലത്ത് സ്റ്റേഷനിൽ വന്ന് എന്നെ കാണണം. വരൂ. എന്താ മാളുവമ്മേ മടിച്ചൊരു സല്യൂട്ട്? ഞാനും ഇപ്പൊ ഒരു അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ആകേണ്ടതാ. അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും എനിക്കുണ്ട്. ഉണ്ടോ മാളുവമ്മേ, മെരിറ്റ് ആ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ നാളെ ഇതുവരെ ഏതെങ്കിലും ഒരു കേസ് വിളിച്ചിട്ടുണ്ടോ? അതെങ്ങനെ? എനിക്കൊരു ചാൻസ് തരണ്ടേ? നിങ്ങളെല്ലാം കോവളം കുട്ടപ്പന്റെ വേഷവും കെട്ടി നടന്ന് കേസ് തെളിയിച്ചാൽ ഞാൻ എവിടെ കൊണ്ടിട്ട് തെളിയിക്കാനാ? ഇനിയെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊന്ന് പഠിക്കാൻ മാളുവമ്മേ. ഇത്രയും വർഷത്തെ സർവീസ് ആയല്ലോ. ഈ CRP എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? അറിയാമോ? 2 തവണ എന്നെ കല്യാണം ആലോചിക്കാൻ വീട്ടിൽ കയറി വന്നു. 2 തവണയും ഞാൻ കയറ്റി വിട്ടു. ആരെ? CRPയെയോ? ഓ, നമ്മുടെ CR പരമോ, കോൺട്രാക്ടർ, പണക്കാരനാ, അബുകാരി. മാളുവമ്മേ, നിങ്ങക്ക് പ്രമോഷൻ അല്ല ആവശ്യം. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എവിടെ ഡ്യൂട്ടി? വിമൻസ് കോളേജിലാ. അതിലാടി കിടക്കേണ്ടി വരും. അതൊക്കെ ഞാൻ കേറിക്കോളാം. മെയിൻ ഗേറ്റിലൂടെ അകത്ത് പോകാവൂ, എങ്കിലേ മുഴുവനോടെ കടക്കും. ഞാനും ഇത് നോട്ട് ചെയ്തു. എന്താ വേണം എത്ര ചിരിക്കാൻ? നമസ്കാർ. आप बॉम्बे वाला है उस्ताद जी? जी हाँ. आपका नाम चल्लप्पा जी है? हाँ बिल्कुल. अच्छा, മലയാളം മാലും ഹേ? ബിൽക്കുൽ. ഈ നമ്മുടെ സണ്ണിയുടെ എഴുത്താണ്. അവൻ കഴിഞ്ഞോണം എന്നെ പറ്റിച്ചതാ. അയ്യോ, അവനെ കുറ്റം പറയണ്ട. അവനെ പോലീസ് തപ്പിയാകട്ടെ. അവൻ 1000 അഡ്വാൻസും പറ്റിയതാ. അണ്ണന്റെ ഒറിജിനൽ പേര് ചെല്ലപ്പൻ എന്നല്ലേ? പാമ്പയിൽ ചെന്നപ്പോ ചെല്ലപ്പാജി എന്നാക്കി. അത് ശരി. സ്വന്തം സ്ഥലം വാക്സിനേഷൻ. അണ്ണനെ പറ്റിയ സ്ഥലം. പിന്നെ ആ സണ്ണിയുടെ ബിസിനസ് ഒക്കെ ഇപ്പൊ ഞാനാ നോക്കുന്നത്. നല്ല സാധനങ്ങൾ വല്ലതും കയ്യിലുണ്ടോ? അല്ലെങ്കിൽ ഈ ബിസിനസ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. देखो, अच्छा है, बहुत अच्छा है, क्या सुंदर है, क्या सेक्सी है. 15,000 ഒരു ഒറ്റ പൈസ കുറയില്ല. അങ്ങനെ വേണമെങ്കിൽ കബൂലാക്കിക്കോ, ഇല്ലെങ്കിൽ ചല ബോംബെ. ഇന്ന് രാത്രി വണ്ടിക്ക് തന്നെ ഉണ്ടാവാൻ പറ്റുമോ? ഇന്ന് രാത്രി വണ്ടിക്ക് തന്നെ കൊണ്ടുപോകണം. പെണ്ണുമോഷണമാണ്, ടക്ക് നടക്കണം. ബിൽക്കുൽ ഹേ.
അന്തർ ഹേ. ഞാൻ വിളിക്കുന്നു കാണട്ടെ. ഇത്ര ആവേശമുണ്ട് ചെല്ലപ്പെണ്ണ. അല്ല, കണ്ടിട്ട് പണം തരാൻ പറ്റൂ? മതി മതി, കണ്ടാ മാത്രം മതി. ഞാൻ അഡ്വാൻസ് പോലും കൈപ്പറ്റിയിട്ടില്ല, അത് ഓർമ്മ വേണം. കൊച്ചു കള്ളാജി, ചെല്ലപ്പാജി, അകത്തേക്ക് ചെല്ലാജി. പിന്നെ देखने को बहुत अच्छा लगता है. मैं तुम्हें गाना सुनाऊंगी. അകത്ത് ഗാന വേണയോ? അമ്മാളൂമ്മയുടെ മനസ്സ് മാറൂ. ബോംബെ വാല എടുത്ത് വാനി കൊണ്ടിട്. നമ്മുടെ വെടിവെച്ചാൻ കോവിലുകാരനാ എല്ലപ്പൻ. പഞ്ചാര രോഗിയാണേ, ഉറുമ്പരിക്കാതെ നോക്കണം. വെൽ ഡൺ അമ്മാളൂമേ. വെൽഡിംഗ് ഒന്നും വേണ്ടി വന്നില്ല സാർ. നാഭി നോക്കി ഒറ്റ ചവിട്ട് താഴെ വീണു. ദൈവമേ, ഒന്ന് വേഗം വരുന്നേ. എത്ര മാസങ്ങളായി നമ്മൾ ഒരുമിച്ചിങ്ങനെ മുറിയിൽ കഴിഞ്ഞിട്ട്. അല്ല, മുല്ലപ്പൂ ചൂടിയിട്ടുണ്ടല്ലോ. പിന്നെ എന്നും ഇങ്ങനെ കാക്കിത്തൊപ്പിയും വെച്ച് നടന്നാ മതിയോ? ലത കോർത്തു തന്നതാണ്. നമ്മുടെ മുല്ല ഇത്തവണയും നിറയെ പൂത്തു. നല്ല മണം. ഹലോ, ഗീത ഹിയർ. കുറിപ്പെടുപ്പാ ജീപ്പ് ഇങ്ങോട്ട് അയച്ചേക്ക്. ഞാൻ റെഡി. സോറി വേണോട്ടാ. ഈ SI ഉദ്യോഗം പുരുഷന്മാർക്ക് മാത്രം മതിയായിരുന്നു. ആരാത്? പേരെന്താ? RK പ്രകാശ്. വൈഫിന്റെ പേര്? ഹേമലത. കൗണ്ടറിലെ രജിസ്റ്ററിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് രാമേന്ദ്രൻ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. കുട്ടിയുടെ വിവാഹം എന്നാ നടന്നത്? മനസ്സുകൊണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ബാക്കി കാര്യങ്ങൾ മനസ്സുകൊണ്ട് മതിയായിരുന്നല്ലോ. ഈ ഹോട്ടൽ മുറിയുടെ ആവശ്യം? നാളെ ഞങ്ങൾ വിവാഹിതരാകുകയാണ്. മിസ്റ്റർ പ്രകാശ്, ഈ കല്യാണത്തിന്റെ സാക്ഷികൾ ഞങ്ങളാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം. ഞങ്ങൾക്ക് കൂടുതൽ ജോലി ഉണ്ടാക്കി വെക്കരുത്. എടാ, ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയവനാണ് RK ദാസ്. ഞാൻ പറയുന്നത് നിർത്തണ. വെട്ടിൽ വീണതാണത്രേ. വെട്ടിൽ വീണാൽ രക്ഷപ്പെടാൻ പഠിക്കണം. ആ ചുറ്റുപാടിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റി. Stupid! മിനിസ്റ്ററുടെ മകളെയാണ് നിനക്ക് വേണ്ടി ഞാൻ ഫിക്സ് ചെയ്തിരുന്നത്. ഞാൻ അയാളോട് സമാധാനം പറയും. അവളെ ഉപേക്ഷിച്ചല്ലാതെ മേലിൽ ഇവിടെ വരരുത്. ഇതെല്ലാം എന്താണ്? ഞാൻ ഉണ്ടാക്കിയതാണ്. എന്റേത് മാത്രം. ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നോ അതോ തെരുവിലിറങ്ങി തെണ്ടുന്നോ? ചേട്ടാ, ഒരു കാര്യം ചെയ്യൂ അമ്മാളോ.
കുറുപ്പിനോട് സിക്ക് ഫോൺ ചെയ്ത് പറയാൻ പറ. ഓക്കെ, ഇതെടുത്ത് കുടിക്ക്. കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ. പെട്ടെന്നുണ്ടായതാണ് ഈ കാര്യം. ദുബായില് അച്ഛന്റെ കൂടെയാണ് ജോലി. ഒരു മാസത്തെ ലീവിനാ ഞങ്ങൾ രണ്ടുപേരും വന്നത്. സാറിനെ പോലെ സ്വന്തക്കാരും പരാതിയിലാണ്. എനിക്ക് പരാതിയില്ല, നിങ്ങൾ എന്നെ കാണാൻ വന്നല്ലോ, അത് മതി. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്, സാറിനെ വന്ന് കാണണമെന്ന്. അമ്മ എവിടെ പോയി? അച്ഛനും അമ്മയും ടൂറ് പോയിരിക്കുക ഊട്ടിയില്. അപ്പൊ നിങ്ങൾ എന്താ പോവാതിരുന്നത്? അച്ഛന്റെ അമ്മയുടെ കൂടെ നടന്ന് മധുവിധം ആവശ്യിക്കുന്നത് മര്യാദയാണ്. ഒന്നും മിണ്ടാതിരി. സുരേഷ് ആള് കൊള്ളാലോ. സാറിന്റെ മുമ്പിൽ സത്യം പറയാൻ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് ശരിയാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഒന്ന് രണ്ട് വീടുകളിലൂടെ പോകാനുണ്ട്. അങ്ങനെ ആവട്ടെ. ഓക്കെ, വരട്ടെ. ഡ്രസ് മാറുന്നില്ലേ? ഒന്ന് പുറത്തു പോണം. എന്തിനാ? ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ആദായ. നാളെ വെളുപ്പിന് നമ്മൾ പോണ്ടതല്ലേ, ഇന്നേ വാങ്ങിച്ചു വെച്ചേക്കാം. ആ, മുല്ലപ്പൂ ഇട്ടാണ് വാങ്ങിച്ചോ? ഒട്ട് മതി കേട്ടോ. ഓക്കെ ഡാർലിംഗ്. ആ, വേഗം വരില്ലേ? ഉടനെ വരാം. എന്താ, ഒന്നും വാങ്ങിച്ചില്ലേ? അത് ഞാൻ പേഴ്സ് എടുക്കാൻ. വരട്ടെ. ശ്ശോ, ഇങ്ങനെ മറങ്ങിയുള്ളൊരു മനുഷ്യൻ. മനസ്സിലായി? വിവാഹം എന്നെ അറിയിച്ചില്ലല്ലോ. പ്ലീസ്, സണ്ണി വേഗം പോകൂ. അദ്ദേഹം ഇപ്പൊ വരും. ഓ ഞാൻ പോയി. ഗുഡ് നൈറ്റ്. നിങ്ങൾ നല്ല പാർട്ടികളാണല്ലോ. പിന്നീട് എന്നെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നത്? ഓഹരികളൊക്കെ വാങ്ങിച്ചോ? അതെല്ലാം വേണ്ടെന്ന് വെച്ചു. എന്തെങ്കിലും ഒതുങ്ങി നിൽക്കുന്നത്? നാണിച്ചിട്ടോ കുറ്റബോധം കൊണ്ടോ? രണ്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തു വാ. മുമ്പോട്ട് നീ. ഹായ്. കൊള്ളാം. ഇതെത്രയാ? എന്നോട് 7 എന്നല്ലേ പറഞ്ഞത്? വെറുതെ തർക്കിച്ച് വഴക്കിടണ്ട. 7 കഴിഞ്ഞാൽ 8 തന്നെയാ. നിങ്ങൾ അങ്ങോട്ട് പോന്നു. ഡോക്ടർ പറഞ്ഞിട്ട് വെറുതെ നടക്കാനിരുന്നതാ. ഞങ്ങൾ സാറിനെ കാണാൻ ഒരു ദിവസം അങ്ങോട്ട് വരുന്നു. വരുമ്പോ കൂടെ ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കണം. വരട്ടെ. ശരി. നല്ല സ്നേഹമുള്ളവരല്ലേ? എടോ ഇൻസ്പെക്ടർ സാറേ, ഒന്ന് വേഗം ഇറങ്ങി വാടോ. ഇതൊരാന കുളിയാണല്ലോ സാറേ.
രാത്രി ഇങ്ങനെ കുളിച്ച ജലദോഷം പിടിക്കും. പോലീസാണെന്ന് കരുതി പനിക്ക് പേടിയൊന്നുമില്ല. ഒന്ന് വിട്ടേ, ഡ്രസ് മാറട്ടെ. ഒന്ന് വേഗം വാ. എടോ, ആ യൂണിഫോം ഒന്ന് എടുത്തിട്ടേക്കരുത്. ഇന്നായപ്പോ ആ മുല്ലപ്പൂവും ഇല്ല. ഭക്ഷണം കഴിക്കണ്ടേ? ഓ, എനിക്ക് വിശപ്പൊന്നുമില്ല. എന്നാ എനിക്കും വേണ്ട. പൂ പോലെ ഇരുന്ന കൈ ഈ പരുവത്തിലായല്ലോ. പേന പിടിക്കുന്ന കൈയല്ലേ ഇത്? കൈ മാത്രമല്ല, പിന്നെ ശരീരം ഗുസ്തിക്കാരുടെ പോലെ ആയിട്ടുണ്ട്. എന്നാലൊന്ന് പിടിച്ചു നോക്കാം. വെറുതെ ഗുസ്തി പിടിച്ച് സമയം പാഴാക്കുന്നതിനാ. പിന്നെ മുല്ലപ്പൂ ഇല്ലെങ്കിൽ എന്താ? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ മോനെ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൂട്ടുന്നത്. ചില സ്വപ്നങ്ങൾ സത്യമാകാറുണ്ട്. പക്ഷേ അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ? ഛെ, ശല്യം. ഹലോ, എസ് ഐ ഗീത ഹിയർ. ഉണ്ട്, കൊടുക്കാം. ചേട്ടനാ? ഹലോ, അതെ. യെസ് സർ. ഓക്കെ. മാനേജിംഗ് എഡിറ്ററാണ്. ഞാൻ എഴുതിയ റിപ്പോർട്ടുമായിട്ട് വീട്ടിലെത്തണമെന്ന്. ഉടനെ വരാം. ഉറങ്ങിപ്പോലെ. എലവുമരം പൂത്തപ്പോ കാക്കയ്ക്ക് വായ്പൊണ്ണ്. ആ, വരൂ വരൂ, ഇരിക്കൂ. താങ്ക് യു സർ. ഒരു സ്മാൾ അടിക്കുന്നു. നോ താങ്ക്സ്, പ്ലീസ് അല്പം. പ്ലീസ്. വേണുവിന്റെ ആ റിപ്പോർട്ട് നാളത്തെ പത്രത്തിൽ തന്നെ നമുക്ക് ഫ്ലാഷ് ചെയ്യണം. എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം? ഈ വാർത്ത പുറത്തു വന്നാൽ പാർലമെന്റിൽ ഒരു ഒച്ചപ്പാട് തന്നെ ഉണ്ടാകും. അത് നമ്മുടെ പത്രത്തിന് വലിയ പ്രശംസയാകും. തീർച്ചയായും. രാധാകൃഷ്ണ, എന്തോ? വേണു പ്രസ്സിൽ ചെന്ന് മാറ്റർ കൊടുത്ത് അതിന്റെ പ്രൂഫ് നോക്കിയിട്ട് പോയാ മതി. നീ ഡ്രൈവറോട് വേണു സാറിനെ പ്രസ്സിൽ കൊണ്ടുപോയി വിടാൻ പറ. ശരി സർ. വരട്ടെ സർ. നീയാണോടെ ഇവിടുത്തെ CBI ഓഫീസർ?
സമയം എത്രയായി? 2:10. കൃത്യം 2:40 ട്രെയിൻ എത്തും. ഈ ബോഡി കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിലിട്ടേക്കും. ശരി സാർ. സാറേ എന്റെ കാര്യം ഞാനിത് ആദ്യമായിട്ടൊന്നല്ലോ, എടുത്തിട്ട് പോ, ഞാൻ നോക്കിക്കോളാം. വേണു സാറിനെ പ്രസിലേക്ക് കൊണ്ടുപോയി ഡ്രൈവറെ നീ അറിയില്ലല്ലേടാ? ഞാൻ ആദ്യമായിട്ട് അയാളെ കണ്ട. പറയടോ. സത്യം എന്താണെന്ന് നിന്നെ കൊണ്ട് പറയുന്നേ തെറ്റിദ്ധരിക്കരുത്. പ്രതിയെ ഉപദ്രവിക്കരുത്. ഇവനെ കോടതി ഹാജരാക്കിയിട്ട് പോരെ. ശരിയാ, ഇവനെ ലോക്കപ്പിലിട. നീ സത്യം പറയില്ലല്ലേടാ? നൊന്തോ നൊന്തോ തമാശ പറയാതെ. ചേട്ടാ ചേട്ടാ, ഇതാ കാപ്പി. ഞാൻ കാരണം വളരെയധികം വിഷമമായല്ലേ? യാതൊരു വിഷമവുമില്ല. നീ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന മാത്രം മതി. കൊട്ടാരം പോലൊരു വീടുണ്ടായിട്ടും ഈ വാടക വീട്ടിൽ. അത് സാരമില്ല, കുറെ കഴിയുമ്പോ ചേട്ടൻ തന്നെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകും. സത്യം, അതാ പല്ല് ശബ്ദിച്ചു. പ്രകാശ്, സ്നേഹമുള്ള ഭർത്താവാണ് നീ എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തും. എന്നിട്ട് വളരെ ബുദ്ധിപൂർവം അവളെ നീ അവസാനം. ഹലോ, എസ് ഐ ഗീത ഹിയർ. പത്ര റിപ്പോർട്ടർ വേണുവിന്റെ അപകട മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഏതുവരെയായി? നടത്തിക്കൊണ്ടിരിക്കുന്നു സാർ. ആ ഫയൽ ഇന്ന് തന്നെ എനിക്ക് എത്തിക്കണം. ശരി സാർ. ആരാ മാഡം? SP സാറാ. എന്റെ ഭർത്താവിന്റെ ഈ ഫയൽ
ഇന്ന് തന്നെ അദ്ദേഹത്തിന് എത്തിക്കണമെന്ന്. ആ എങ്കിലീ വയല് പോക്ക. പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ ഭർത്താവിന്റെ കൊലപാതകം അപകട മരണമാണെന്ന് നിയമം വിധി എഴുതിയത് നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് ഞാൻ. എനിക്ക് മടുത്തു കുറുപ്പേ. തീയിൽ കുരുത്തത് വെയിലത്ത് പാടരുത്. ഇവിടെ വേലി തന്നെ വിളവ് തന്നെയാണ്. കുറുപ്പിനറിയാമോ? പലരും എന്റെ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്റെ ഈ കാക്കിയോട് പൂരിക്കുമെന്ന്. അങ്ങനെ മറ്റുള്ളവർ ഊരി അറിയിക്കുന്നതിന് മുമ്പ് സ്വയം ഇത് ഊരി അറിഞ്ഞിട്ട് രക്ഷപ്പെടുകയല്ലേ കുറുപ്പേ നല്ലത്? അരുത് മാഡം, സഖാവ് രാഘവന്റെ പാരമ്പര്യം ഇതല്ലായിരുന്നു. എല്ലാം സൂക്ഷിച്ചു വേണം. വേണ്ട, ചെങ്കോട്ട വഴി വന്നാൽ മതി. ഒരു കാരണവശാലും നമ്മുടെ ലോറി ഉപയോഗിച്ച് പോരുത്. ഹലോ, ഒരു കാര്യം കൂടി, വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും എന്റെ പേര് പറയരുത്. ഓക്കെ? ബാക്കി കാര്യങ്ങൾ മായ തന്നെ കൈകാര്യം ചെയ്താൽ മതി. പാലായിൽ അവറാച്ചനെയും കുന്നംകുളത്ത് മുസ്തഫയും കണ്ട് കാര്യങ്ങൾ മായ തന്നെ നേരിട്ട് സെറ്റിൽ ചെയ്യണം. ഞാൻ ഒന്നിനോട് ഞാൻ കൂടെ ഉള്ളപ്പോൾ ഡാർലിംഗ് ഇതിലൊന്നും ഇടപെടണ്ട. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. മേടിക്കേക്കാം. കൂട്ടി ഹേമയെ കൊന്നല്ലേ? എന്ത് സാധനം ഉപയോഗിച്ചാലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേ വേണ്ട. എനിക്കറിയില്ല. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. മാഡം, എത്തിത്തറിന്റെ ഫോൺ വന്നിരിക്കും. ഈ കേസ് തുടർന്ന് അന്വേഷിക്കുന്നതുകൊണ്ട് യാതൊരു ഫലവുമില്ല. ഫലം ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷണം തീർന്നിട്ടല്ലേ അറിയൂ സാർ. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചതാണെന്ന് വ്യക്തമല്ലേ? ഈ രാജ്യത്ത് അനേകം ഭാര്യമാർ സ്റ്റൗവും മണ്ണെണ്ണയും കാരണം മരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ഭർത്താക്കന്മാർ സ്നേഹസമ്പന്നരും സംഭവം കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴുന്നവരുമാണ്. ഇവനെയൊക്കെ വിചാരണ കൂടാതെ ശിക്ഷിക്കേണ്ടതാണ്. എന്ത് ചെയ്യാം, നമ്മുടെ നിയമം അതല്ലല്ലോ. ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്കോ സബ് ഇൻസ്പെക്ടർക്കോ മാറ്റാൻ പറ്റുന്നതല്ലോ നിയമം. പക്ഷെ ജനങ്ങളത് മാറ്റും സാർ, ഇന്നല്ലെങ്കിൽ നാളെ. ഇതൊക്കെ അങ്ങ് റഫർ എഴുതി തള്ളേണ്ട കേസാണ്. അങ്ങനെ എഴുതി തള്ളിയതുകൊണ്ടാണ് സാർ ഈ നാട്ടിലെ നിരപരാധികളുടെ ജീവനും പെണ്ണുങ്ങളുടെ മാനവും റഫർ എഴുതി തള്ളേണ്ടി വന്നത്. ഇതേ ഈ കുപ്പായം ഇട്ടാൽ മുകളിൽ നിന്നുള്ളവരുടെ ഉത്തരവുകൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അന്യായമായ ഉത്തരവ് ഞാൻ അനുസരിക്കില്ല സാർ. അപ്പോൾ ഞാൻ ഈ കുപ്പായം ഊരി ആ ഉത്തരവിട്ട മേധാവിന്റെ മുന്നിൽ വലിച്ചെറിഞ്ഞിട്ട് പോകും. ഈ പറഞ്ഞ ധിക്കാരമാണോ? ധിക്കാരമല്ല സാർ, മനസാക്ഷിയോടെ ജീവിക്കാനുള്ള വെമ്പലാണ്. അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പണമോ പെണ്ണോ കൊടുത്ത് പാട്ടിലാക്കിയാൽ ഇവിടെ ആർക്കും ആരെയും കൊല്ലാം, ഏത് പെണ്ണിനെയും ബലാത്സംഗം ചെയ്യാം. ഈ അവസ്ഥ മാറണമെന്നാണോ സാറിന്റെ അഭിപ്രായം? ഇത് എന്തൊക്കെ പറഞ്ഞാലും ആർ കെ പ്രകാശ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു. കോടതികളെ വെറുതെ വിട്ടാലും ഞാൻ ഇൻവെസ്റ്റിഗേഷൻ തുടരും. ഷുവർ? ഡെഫിനറ്റ്ലി. ഓക്കെ, കാര്യം.
എന്നെ മനസ്സിലായോ? എവിടെയോ വെച്ച് കണ്ട ഓർമ്മയുണ്ട്. സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ. സഖാവ് രാഘവന്റെ ശിഷ്യൻ വേലായുധൻ. ഓർമ്മയില്ലേ? അല്ല, വേലായുധൻ ചേട്ടനോ? ആ, വരൂ. ആള് പാടെ മാറിപ്പോയല്ലോ. ഇതെന്ത് വേഷോ? പണ്ട് തനി ചുവപ്പായിരുന്നു, ഇപ്പൊ അതൊന്ന് മങ്ങി, അത്രേ ഉള്ളൂ. ഇപ്പോഴും പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടോ? അത് നിർത്താൻ പറ്റുമോ കുഞ്ഞേ? രക്തത്തിൽ കലർന്നു പോയതല്ലേ. ഇരിക്കൂ. ഞാൻ വന്ന കാര്യം പെട്ടെന്ന് അങ്ങ് പറയാം. അവനെ കുഞ്ഞ് രക്ഷിക്കണം. ആരാണാ പയ്യൻ? RK പ്രകാശിനെ. എഴുന്നേക്കടോ. എന്താ? എഴുന്നേക്കാൻ. ഞാൻ സഖാവ് രാഘവൻ. നിർത്ത്. ആ പേര് പറയരുത്. വർഗീയതയ്ക്കെതിരെ പോരാടാൻ ചെങ്കുടി ഉയർത്തിപ്പിടിച്ച ആളാണ് എന്റെ അച്ഛൻ. നിങ്ങൾക്ക് ലജ്ജയില്ല ഇങ്ങനെ നിറം മാറാൻ? ലജ്ജിക്കേണ്ട ഒരു കാര്യവുമില്ല. പണ്ട് പാർട്ടി പ്രവർത്തനം നടത്തിയതിൽ ബാങ്ക് ബാലൻസ് ആയി കിട്ടിയത് അന്നത്തെ പോലീസിന്റെ അടിയും തൊഴിയും കൊണ്ട് തീരാത്ത നടുവേദനയാണ്. ഇന്നിപ്പോ കുട്ടികളെ കല്യാണം കഴിച്ചയച്ചു, ഒരു വീടും 25 ഏക്കർ റബ്ബറും ഉണ്ട്. മതി. അപ്പൊ സ്വന്തം കാര്യം നേടാനായിരുന്നു പാർട്ടി പ്രവർത്തനം അല്ലേ? ഇപ്പൊ എല്ലാവരും അതിനാ പ്രവർത്തിക്കുന്നത്. പോട്ടെ, അപ്പൊ പ്രകാശിന്റെ കാര്യം? അത് ഞങ്ങളും കോടതി നോക്കിക്കൊള്ളാം. ആ കേസ് എങ്ങനെയെങ്കിലും തേച്ചു മാച്ച് കളയാം. അത് പറയാൻ താനാരാ? ഇത് വീടായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്ത് അകത്താക്കുമായിരുന്നു. ജാതി കോമരം. RK ദാസ് എന്ന വലിയ മനുഷ്യനോടാണ് കളിക്കുന്നത്. RK ദാസ് അല്ല, അവന്റെ തന്തയായാലും എനിക്ക് പ്രശ്നമല്ല. അദ്ദേഹം ഫോണെടുത്തെന്ന് പറഞ്ഞാൽ മതി, ഇതയ്ക്കുടനെ പ്രൊമോഷൻ കിട്ടും. പ്രമോഷൻ ചത്തുപോയ അയാളുടെ തന്തയ്ക്ക് കൊടുക്കാൻ പറ. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക്. ഇതേ ഒറ്റ വയ്ക്കരുത്. പറഞ്ഞേക്കാം, അക്രമങ്ങളെ ചേർത്ത് നിന്നയാളാണ് എന്റെ അച്ഛൻ സഖാവ് രാഘവൻ. അന്ന് അച്ഛന്റെ പുറകെ നടന്ന നിങ്ങൾ ഇന്ന് അക്രമികളുടെ രക്ഷിതാവായി വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നു. ഇറങ്ങിപ്പോടോ, പോകാൻ. അമ്മാളു, പ്രകാശിന്റെ കേസ് ഫയൽ എടുക്കൂ. ഫയൽ സർക്കിൾ അദ്ദേഹം കൊണ്ടുപോയി. ഡിവൈഎസ്പിക്ക് കാണുമെന്ന് പറഞ്ഞു. ഫയൽ എന്റെ കയ്യിലുണ്ട്. നമുക്ക് ഈ കേസ് ക്ലോസ് ചെയ്യാം. ഇതൊരു അപകട മരണം തന്നെയാണ്. അവരുടെ വിവാഹത്തിന് ഞാനായിരുന്നു സാർ സാക്ഷി. ആ RK പ്രകാശ് അത്ര നല്ലവനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സാർ. നല്ലവനല്ലായിരിക്കാം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യരുടെ ക്യാരക്ടർ നോക്കി ചെയ്യാത്ത കുറ്റം അവരുടെ മേൽ ചുമത്താനൊക്കുവോ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താ ഇത്? ഹേമയുടെ അപകട മരണത്തിന്റെ ഫയൽ. അപ്പോ സർക്കിൾ കൊണ്ടുപോയെന്ന് പറഞ്ഞത്? സർക്കിൾ അദ്ദേഹം കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അതാണിത്. വെൽ ഡൺ. താങ്ക് യു. നോ മിസ്റ്റർ മാഡം. പൊട്ടിത്തെറിച്ച സിലിണ്ടറിന്റെ ഒരു നോബ് മുറ്റത്ത് കിടന്നിരുന്നു. അതിന്റെ ഫിംഗർ പ്രിന്റ് എന്റെ കയ്യിലുണ്ട്. അത് മേളിലോട്ട് പോയില്ല. അല്ല, പോയാ പിന്നെ തിരിച്ച് വരികയില്ല. ഇനി നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. യെസ് മാഡം. ഒറിജിനൽ ഫയൽ ഞാൻ ഡിവൈഎസ്പിയുടെ കയ്യിൽ നിന്ന് വാങ്ങി. മരണം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ ഹേമയെ പ്രകാശ് തല്ലുമെന്നായിരുന്നു അയൽക്കാരുടെ മൊഴി. ഓഹോ. ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തെറിച്ചു വീണ് അതിന്റെ ലോക്ക് ഓപ്പൺ പൊസിഷനിലാണ് ഇരുന്നത്. മാത്രമല്ല, അടുക്കളയിൽ ഇരുന്ന ബോഡി സ്പ്രേ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പ്രീ പ്ലാൻ മർഡർ ആണ് സാർ. RK പ്രകാശിന്റെ ഫിംഗർ പ്രിന്റും ബോഡി സ്പ്രേയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും ഒന്നാണ് സാർ. ഇത് ഹേമ അവളുടെ അച്ഛൻ എഴുതിയ കത്തുകളാണ് സാർ. ശരി, ഞാൻ വേണ്ടത് ചെയ്യാം. താങ്ക് യു സാർ. സ്മാർട്ട് ഗേൾ. നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ്. കം ടു ദ പോയിന്റ്. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു.
ഇൻസ്പെക്ടർ, അപകടത്തിൽ മരിച്ച ഹേമ എന്റെ അനുജൻ RK പ്രകാശിന്റെ ഭാര്യയാണ്. ഈ കേസ് തുടർന്ന് അന്വേഷണം നടത്തരുത് അല്ലേ? കറക്റ്റ്. അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, ഞാനാണ്. വാ, വാട്ട് ഈസ് സിൻസിയറിറ്റി. കുടിക്കാൻ വല്ലതും? നോ താങ്ക്സ്. ഇത്ര സിൻസിയറായ ഉദ്യോഗം നോക്കിയിട്ട് എന്ത് നേടാനാ? പിന്നെ പ്രമോഷൻ ആണെങ്കിൽ അതും പിടിപാടുള്ളവർക്ക് മാത്രം. സത്യവും ധർമ്മവും നിലനിർത്തി ജീവിക്കാൻ ചിലരെങ്കിലും ആഗ്രഹിക്കും. ഫൂൾസ്, വിഡ്ഢികൾ. ഈ പെട്ടി നിറയെ ആയുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള പണമുണ്ട്. ഇതൊരു പ്രതിഫലമായി സ്വീകരിക്കണ്ട, ജസ്റ്റ് എ പ്രസന്റേഷൻ. പക്ഷേ ഇതിനൊരു ചെറിയ പ്രത്യുപകാരം ചെയ്യണം. എന്റെ അനുജന്റെ ഭാര്യ മരിച്ചത് ആക്സിഡന്റ് ആണ്. പിന്നെ എന്നെ കൂടുതൽ ശ്രദ്ധിച്ച് സമയം കളയണോ? ടേക്ക് ഇറ്റ്. ഇവിടെ തനിക്ക് തെറ്റുപറ്റി. ധൈര്യത്തോടെ അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ അന്ത്യം വരെ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് പോരാടിയ സഖാവ് രാഘവന്റെ മകൾ കള്ളപ്പണച്ചാക്കിനും മുതലാളിമാരുടെ ഭീഷണിക്കും വഴങ്ങുന്നവളല്ല. മൈൻഡ് ഇറ്റ്. പക്ഷേ നീ വളരെ ചെറുപ്പമാ. നിന്റെ ഭാവി സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. കാരണം ഈ സ്ഥലം അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് RK ദാസ് മഹാവിജയ. അതെ, താനെന്നെ വരക്കുകയാണോ? തന്നെ പോലുള്ളവരുടെ എതിർപ്പുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഈ കാക്കിക്കുപ്പായം അണിഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ചില ഉദ്യോഗസ്ഥന്മാർ ആദ്യം അവനെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം അവർ അവന്റെ മുന്നിൽ തോറ്റിട്ടേ ഉള്ളൂ. ഐ മീൻ RK ദാസിന് വഴങ്ങിയിട്ടേ ഉള്ളൂ. സഖാവ് രാഘവന്റെ മകൾ ഇന്ന് വരെ ആർക്കും വഴങ്ങിയിട്ടില്ല. നിൽക്കണേ. താൻ എന്നെ ബഹുമാനിക്കണ്ട, പക്ഷേ ഈ യൂണിഫോമിനെ മാനിക്കണം. അത് മറന്നതിനുള്ള ശിക്ഷയാണ്. ശരി പെണ്ണേ, രാമനാട്ടുകര കൊട്ടാരം വീട്ടിലെ ദാസിന്റെ നിഴലിനെ സ്പർശിച്ചവരെ പോലും ദാസ് വെറുതെ വിട്ടിട്ടില്ല എന്ന് പറയാറില്ല. കള്ളപ്പണം കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്ന നിന്നെപ്പോലുള്ളവരെ കണ്ടെടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ ഓർഡറില്ലാത്തത് നിന്റെ എല്ലാം ഭാഗ്യമാണിടാ. ഞാൻ തിരിച്ചു വരും നിന്നെയൊക്കെ വേരോടറക്കാൻ. ഗുലാബിൻ മക്കൾ നമ്മൾ, വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ. തോക്കിലും ലാത്തിക്കും തോറ്റിട്ടില്ല, നമ്മൾ തോക്കിലും ലാത്തിക്കും തോറ്റിട്ടില്ല. ഗുലാബിൻ മക്കൾ നമ്മൾ, വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ. തോക്കിലും ലാത്തിക്കും തോറ്റിട്ടില്ല, നമ്മൾ തോക്കിലും ലാത്തിക്കും തോറ്റിട്ടില്ല. സഖാക്കളെ, നമ്മുടെ പാർട്ടിയുടെ കൊടി ഇവിടെ ഉയർത്തിയതോടെ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു എന്നാരും വിചാരിക്കരുത്. ഈ കൊടി നിലനിർത്തുവാൻ വളരെയധികം എതിർപ്പുകളെ നമ്മൾ നേരിടുന്നതായിട്ട് വരും.
കാരണം ഇവിടെയുള്ള എസ്റ്റേറ്റുകൾ വെച്ച് നമ്മുടെ എസ്റ്റേറ്റ് മുതലാളിയായ ദാസ് മുതലാളിയാണ് നമ്മുടെ തൊഴിലാളികളെ ഏറ്റവും അധികം ചൂഷണം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ ഉയർത്തിയിട്ടുള്ള ഈ കൊടിയെ നശിപ്പിക്കാൻ പല അടവുകളും പ്രയോഗിച്ചെന്ന് വരും. പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ദാസ് മുതലാളിയുടെ പത്തി താനേ താഴും. അഥവാ ആ എതിർപ്പിൽ ഇനി മരിക്കേണ്ടി വന്നാൽ പോലും ആ ചോരയിൽ നിന്നും 1000 കൊടികൾ ഇനി ഇവിടെ വേറെ ഉയരും. തോറ്റം തൊഴിലാളി യൂണിയൻ, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. ഇൻക്ലാബ്, ഇൻക്ലാബ്. എന്താടാ ഈ കാണുന്നതൊക്കെ? ഞങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനമായി ഇന്ന്. ഇതുവരെ തുടങ്ങാൻ ആരാ പറഞ്ഞത്? രാമനാട്ടുകര കൊട്ടാരം വിറ്റ ദാസിന്റെ എസ്റ്റേറ്റ് അവന്റെ തന്തയുടെ വകയല്ല. അതിന് ഞങ്ങളിത് വെച്ച് കെട്ടിയിരിക്കുന്നത് പുറമ്പോക്ക സ്ഥലത്താണ്. ഓ, താൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാർട്ടി കീർത്തി എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുത്തനും നാളെ ഞാൻ ഇവിടെ ജോലി തരില്ല. തൊഴിലാളികൾ പാവപ്പെട്ടവരാണെന്ന് വിചാരിച്ച് അവരെ അടിമകളെ പോലെ കരുതരുത് മുതലാളി. നീയാണ് ഇവരുടെയൊക്കെ നേതാവ്. അല്ല, ഞാനൊരു തൊഴിലാളിയാണ്. നീ അറിവില്ലാത്ത തൊഴിലാളികളെ പറഞ്ഞിളക്കി എന്റെ എസ്റ്റേറ്റിൽ പണിമുടക്കുണ്ടാക്കാൻ ശ്രമിക്കാനല്ലേ? പണിമുടക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല മുതലാളി. ന്യായമായ കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് കിട്ടണമെന്നേ ഉള്ളൂ. അതിന് പാർട്ടി ഉണ്ടാക്കി എന്നെ മുട്ടുകുത്തിക്കാമെന്ന് കരുതണ്ട. എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും എന്റെ എസ്റ്റേറ്റ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും കേട്ടല്ലോ, ഇതൊന്നും തന്നെ പൊളിച്ചു മാറ്റിയേക്കണം. ജോസഫേ, മുതലാളി ഇത് പൊളിച്ചു മാറ്റിയിട്ട് നീ വന്നാൽ മതി. ശരി മുതലാളി. ആ പറക്കുന്ന കൊടിക്ക് രക്തസാക്ഷികളുടെ നിറവാണുള്ളത്. എതിർപ്പുകളെ നേരിട്ട് കൊണ്ട് വളർന്നതാണ് നമ്മുടെ പാർട്ടിയും നേതാക്കളും. ഈ ഓലപ്പാമ്പ് കണ്ട് നമ്മൾ ഭയപ്പെടരുത്. തൊഴിലാളികൾ സംഘടിക്കുമ്പോൾ മുതലാളിമാർ മുറുമുറുക്കുന്നത് സാധാരണമാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നതെല്ലാം നാളത്തെ നമ്മുടെ നേട്ടങ്ങളായിരിക്കും. രാഘവ, പ്രസംഗം നിർത്തിയിട്ട് വേഗം പൊളിച്ചു മാറ്റാൻ നോക്ക്. ഇല്ലെങ്കിലോ മര്യാദക്ക് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ തീ വെച്ച് നശിപ്പിച്ചോളെ. അതിനുള്ള തീപ്പെട്ടി നിന്റെ അടുത്തുണ്ടോടാ? മുലപ്പാലിന്റെ ചുണയുണ്ടെങ്കിൽ നീ ഒന്ന് കത്തിക്ക്. പൊളിക്കാതെ ഇതിൽ ഓല പൊളിച്ച നിന്റെ കൈവെട്ടി ഞാൻ താഴെയിടും. വാടാ, നമുക്ക് മുതലാളിയോട് പറയാം. ഗീത കുറച്ചു തിന്നാ മതി, വയറ് വേദനിക്കും. അച്ഛനെന്താ കപ്പ തിന്നാത്ത? നിങ്ങളെന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? ദാസ് മുതലാളിയുടെ ഭീഷണി കേട്ട് നമ്മുടെ ആളുകൾ ആകെ പേടിച്ചിരിക്കുകയാണ്. എനിക്കൊരു പേടിയില്ല. നീ സഖാവ് കൃഷ്ണേട്ടന്റെ മോളല്ലേ, പേടിച്ചാലേ അത്ഭുതമുള്ളൂ. ആ കപ്പ അങ്ങോട്ട് തിന്നേ, ഉം. നല്ലപോലെ വെന്തിട്ടുണ്ട്. വാസുവിനെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഇന്ന് വൈകിട്ടൊരു ജാഥ നടത്തണം. അതിനെക്കുറിച്ച് ആളുകളോട് പറയാൻ അവന് വിട്ടിരിക്കുക. എനിക്കിത് മതി ഭവാനി. അച്ഛാ അച്ഛാ, വാസുവിനൊക്കെ വരുന്നുണ്ട്. നീ ഇതാത്തുകൊണ്ടു. ആ, ഇങ്ങോട്ടിരി. എല്ലാവരോടും പറഞ്ഞോ? പറഞ്ഞു. ചിലരൊക്കെ ഇതൊരു വയ്യാവേലിയാണെന്ന് പറഞ്ഞു ഒഴിയാൻ നോക്കുക. മുതലാളി ഏൽപ്പിച്ച ജോലി പോകുമെന്ന് എല്ലാരും പേടി. ഇങ്ങനെയൊക്കെ പേടിച്ചിട്ട് എവിടെ പോയി ഒളിക്കാനാ? നമ്മുടെ ന്യായമായ അവകാശങ്ങൾ മുതലാളിമാരും കൊണ്ടുവരാൻ പോകുന്നില്ല. നമ്മൾ പിടിച്ചു വാങ്ങിക്കണം. ചോദിക്കാൻ ചെല്ലുന്നവരെയൊക്കെ കൂലിക്ക് ആളെ വെച്ച് തല്ലിക്കുകയല്ലേ. ഇനി അങ്ങനെ ഉണ്ടായാൽ അതേ ശക്തിയിൽ നമ്മളും തല്ലും. എങ്കിലേ നമ്മളെപ്പോലുള്ളവർക്ക് നാളെ ഇവിടെ നിലനിൽപ്പുള്ളൂ. എന്റെ ഭാര്യയും മകളെയും ആ ചങ്കുറ്റത്തിലാണ് ഞാൻ വളർത്തുന്നത്. സഖാവിനെ പോലെ 10 പേരുണ്ടെങ്കിൽ ഇവിടുത്തെ മുതലാളിമാരുടെ പത്തി താനെ താഴും. ഈ പാർട്ടി ഇവിടെ നിലനിർത്താൻ ഞാനും എന്റെ കുടുംബവും മരണം വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഭീഷണിയെ ഭീഷണി കൊണ്ട് തന്നെ നേരിടാം. ഇന്നത്തെ മീറ്റിംഗിൽ നമ്മുടെ പാർട്ടി നേതാക്കന്മാർ നിങ്ങളെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കും. ഇക്കാര്യങ്ങൾ സഖാവിനെ നേരിട്ട് വന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ശരിയാണ് സഖാവ്, ഞങ്ങളും കൂടെ വരാം. അവനി തോർത്തിങ്ങെടുക്കും. അച്ഛന് ജോലി കൊടുക്കാത്തോണ്ട് ഞാനിന്ന് മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് പോയില്ലേ ചേച്ചി? അത് നന്നായി. അയാളൊരു മൃഗമാണ്. ഈ വൈരാഗ്യത്തിൽ എന്തും ചെയ്യാൻ മടിക്കില്ല. ഭവാനി, ദാ വരുന്നു. ഞാനും പോവാ ചേച്ചി. പോകാൻ മാത്രം. വാതിൽ മുറ്റിയിട്ട് കിടന്നുള്ളൂ. ഞങ്ങൾ വെളുപ്പിനെ എത്തും. കേട്ട മോളെ. ആ.
രാഘവട്ടെ രാഘവട്ടെ, ആരാ? വേലാവിൻ ചേട്ടൻ ഞാനുമാ, വാസു. രാഘവേട്ടനൊക്കെ എവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്താ ഇത്? വേലായുധന്റെ മൂത്തെന്താ ചോര? ആരെങ്കിലും അടിപിടി ഉണ്ടാക്കിയോ? ഞങ്ങൾ യൂണിയൻ ഓഫീസിൽ കിടക്കുകയായിരുന്നു. മുതലാളിയുടെ കുറെ ആൾക്കാർ വന്ന് ഞങ്ങളെ തല്ലി. വേലായുധൻ ചേട്ടൻ അതിൽ 1-2 പേരെ കത്തുകൊണ്ട് പോയി. എന്നിട്ട് എല്ലാവരും ഓടി. ഒരാൾ അവിടെ വെച്ച് തന്നെ മരിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? രാഘവേട്ടൻ വരുന്നതുവരെ നിങ്ങളെ വാസന്തിയുടെ വീട്ടിലെ പത്തായപ്പുരയിൽ ഇരുത്താം. ഇവിടെ ഇരിക്കുന്നത് ആപത്താണ്. എന്തെങ്കിലും ഉണ്ടായാൽ പോലീസ് ആദ്യം അന്വേഷിച്ചു വരുന്നത് ഇവിടെയായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകാൻ ചേച്ചി. നിങ്ങൾ അകത്ത് കയറി ഇരിക്കും, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. വാ മോളെ. വാസന്തി, വാസന്തി, ആരാ? ഞങ്ങളാ. ഞങ്ങളെന്ന് വെച്ചാ ജോസഫാ. എന്ത് വേണം? ഒരു അത്യാവശ്യ കാര്യം പറയാനാ, വാതിലോർക്ക്. എന്താ? ദാസമുതലാളിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. ഈ രാത്രിയിലോ? അച്ഛൻ ഇവിടെ ഇല്ല. അതിനെന്താ, ഞങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടാം. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടത്രേ. ഞാനും അച്ഛനും നാളെ കാലത്ത് വന്ന് മുതലാളിയെ കണ്ടോളാം. മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പൊക്കിയെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോകും. കടന്നു പോണ പുറത്ത് ഈ ഒച്ച ഞാൻ ആളെ കൂട്ടും. പിടിയണ കുമാര. നീ ആരടി? ഇവളുടെ കാവൽക്കാരിയോ? മര്യാദയ്ക്ക് നീ അവളെ വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അതിന്റെ അപ്പനോട് പോയി ചോദിച്ചാ പറയും. പണ്ട് കുടിയൊഴിപ്പിക്കാൻ വന്നപ്പോ സഖാവ് കൃഷ്ണന്റെ മകൾ എന്താണ് ചെയ്തതെന്ന്. വലിച്ചു മാറ്റണം അവളെ. എടാ കുമാര, എന്നെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടിക്കളി. അവന്റെ അപ്പനെന്ന് ഞൊണ്ടി നടക്കുന്നത് അന്ന് എന്റെ ഒലക്കേടി കൊണ്ടിട്ടാ. എന്റെ പൊന്നു ചേച്ചി, ഞാൻ പോയിക്കോളാം. സഖാവും കുടുംബവും ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് അല്ലേ? രാമനാട്ടുകര കൊട്ടാരം വീട്ടിലെ ദാസിന്റെ എസ്റ്റേറ്റിന്റെ അതിർത്തി കടക്കണമെങ്കിൽ ഭവാനി, നീ ഓടിപ്പോയി മാധവനെ വിളി. ഓടിപ്പോ, ഓടിപ്പോ മോളെ, ഓടിപ്പോ.
ഗീതയുടെ രാജിക്കത്ത് കിട്ടി. എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം? മതിയായി സാർ. ദിവസവും ഞാൻ അനുഭവിക്കുന്ന വേദനയും വീർപ്പുമുട്ടലും എനിക്ക് അറിയൂ സാർ. തടസ്സം എന്താണെന്ന് പറയൂ. കുറ്റവാളികളെ രാപകൽ പാടുപെട്ട് പിടിച്ചകത്താക്കിയാൽ ഉടൻ മുകളിൽ നിന്ന് ഫോൺ വരും, വിട്ടയക്കണമെന്ന്. ഈ സമ്മർദ്ദം സാറിനും അറിയാമല്ലോ. അതുകൊണ്ട് രാജിവെച്ച് പോകണമെന്നുണ്ടോ? അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല സാർ. പ്ലാറ്റ്ഫോറത്തിൽ കിടന്ന് ഉറങ്ങുന്നവരെ പിടിക്കുന്നത് മാത്രമാണോ പോലീസുകാരുടെ ഡ്യൂട്ടി? കഞ്ചാവ് വിൽപ്പനക്കാരെയും കൊലയാളികളെയും പിടിച്ചകത്താക്കിയാൽ ജാമ്യത്തിലിറക്കാൻ നേതാക്കന്മാർ ഓടിയെത്തും. എന്ത് ചെയ്യാം? ഈ രാഷ്ട്രീയക്കാരുടെ നീരാളിപിടുത്തത്തിൽ നിന്നും പലപ്പോഴും പോലീസിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. 10 വയസ്സ് മുതൽ മനുഷ്യന്റെ ക്രൂരത കണ്ട് വളർന്നവളാണ് സാർ. അനീതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയ സഖാവ് രാഘവന്റെ മകളാണ് ഞാൻ. ഞാൻ SI ആയിരുന്നപ്പോ സഖാവ് രാഘവനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആത്മധൈര്യത്തോടെ ആക്രമണങ്ങളെ ചെറുത്ത അച്ഛന്റെ ആ ചങ്കൂറ്റം എന്താ മകൾക്ക് കിട്ടാഞ്ഞത്? ആ സഖാവ് രാഘവനെയും ഭാര്യയും ഇവിടുത്തെ ഒരു എസ്റ്റേറ്റ് മുതലാളി വെട്ടിക്കൊന്നു. എന്റെ കൺമുന്നിൽ വെച്ച് കണ്ട ആ കൊലപാതകം കോടതിയിൽ പറഞ്ഞിട്ടും ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടില്ല. അന്നു മുതൽ ഒരു ദിവസം പോലും മനസമാധാനത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല സാർ. സ്വന്തം മനസമാധാനത്തിന് വേണ്ടി തന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സഖാവ് രാഘവൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതല്ല സാർ. പല അഴിമതികളും പത്രത്തിലൂടെ വെളിച്ചത്ത് കൊണ്ടുവന്ന എന്റെ ഭർത്താവിനെ തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്കിലിട്ടു. എന്നിട്ട് അപകടമരണമാണെന്ന് ഇവിടുത്തെ മേലുദ്യോഗസ്ഥന്മാർ പോലും വിധി എഴുതി. ഇന്നെനിക്ക് ഈ ഉടുപ്പൊരു ഭാരമാണ് സാർ. ഈ വീർപ്പുമുട്ടലുകളൊക്കെ സാധാരണമാണ് കുട്ടി. ക്രമക്കേടുകൾക്കും അന്യായങ്ങൾക്കുമെതിരെ ഈ കുപ്പായം ഇട്ടുകൊണ്ട് തന്നെ പൊരുത്തണം. നിങ്ങളെപ്പോലെ ആത്മാർത്ഥതയുള്ള കുറെ പേരെങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണ്. നിങ്ങളുടെ വേദനകളിൽ നിന്ന് മാത്രമേ ഇവിടെ ഒരു പുതിയ പോലീസ് സംവിധാനവും പുതിയ ക്രിമിനൽ പ്രൊസീജിയറും ഉണ്ടാകുകയുള്ളൂ. ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയിലല്ല, ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. സാർ, ഗോ ബാക്ക് യുവർ പോസ്റ്റ് ആൻഡ് ഡു യുവർ ഡ്യൂട്ടി. ഹലോ മുരളി, നാളെയാണ് പ്രകാശിന്റെ കേസിന്റെ ജഡ്ജ്മെന്റ്. വിധി പറയുന്നതിന് മുമ്പ് SI ഗീതയുടെ സഹോദരി നമ്മുടെ കസ്റ്റഡിയിലായിരിക്കണം. ശരി മുരളി, ഗോ അഹെഡ്. അവളുടെ ഒരു പോലീസ് കളി, അതും ദാസിനോട്. പാമ്പിന് പല്ലിൽ മാത്രമേ വിഷമുള്ളൂ. പക്ഷേ രാമനാട്ടുകര കൊട്ടാരം വീട്ടിലെ ദാസിന്റെ ശരീരം മുഴുവൻ വിഷമാണ്. നിന്റെ ചേട്ടൻ പത്രത്തിലൂടെ ഈ നാട് നന്നാക്കാൻ ശ്രമിച്ചിട്ട് എന്തായി? ഒടുവിൽ ഈ ലോകത്തോട് തന്നെ യാത്ര പറയേണ്ടതായിട്ട് വന്നു. ഇപ്പൊ നിന്റെ ചേട്ടത്തി പോലീസ് യൂണിഫോം ഇട്ട് ഞങ്ങളെല്ലാം ഭരിക്കാൻ നോക്കിയാണ്. അവളുടെയും അനുഭവം എന്താണെന്ന് നീ കണ്ടോ? നിങ്ങൾ ആരാണ്? അത് നിന്റെ ചേച്ചി വരുമ്പോൾ അറിയാം. ചേച്ചിക്ക് ചെയ്ത കുറ്റത്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കുന്ന എന്തിനാ? ദയവായി എന്നെ അയച്ചുവിടൂ. ഓ, കൈ വേദനിക്കുന്നുണ്ട്. സുന്ദരികളായ പെൺകുട്ടികളെ ഞാൻ വേദനിപ്പിക്കാറില്ല.
ലതേ, കരയല്ലേ മോളെ, കരയല്ലേ.